അപ്പോൾ ഞാൻ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു തട്ടിക്കൂട്ട് പുഴുക്കാണ് കേട്ടോ. ഞാൻ അമ്മ ഉണ്ടാക്കിയ പോലത്തെ പുഴുക്കൊന്നല്ല, ഒരു തട്ടിക്കൂട്ട് പുഴുക്കെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര ആശംസകൾ നേരുന്നു. ഞാൻ കുറച്ച് പുഴുക്ക് ടേസ്റ്റ് ചെയ്യുന്നു. തിരുവാതിരയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 സാധനമുണ്ടല്ലോ, പപ്പടവും പാളയങ്ങളും പഴവും. കൊള്ളാം, തട്ടിക്കൂട്ടാണെങ്കിലും കൊള്ളാം, നന്നായിട്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കഴിക്കാം. അതന്നെ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു. കേട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പുഴുക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടാലോ. സത്യം പറഞ്ഞാൽ ഈ പുഴുക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു കംപ്ലീറ്റ് മീലാണ്. അതിൽ നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും, നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് പുഴുക്ക്. ഇത് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചുണ്ടാക്കണ പുഴുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റാണ്. കാരണം എന്താ വെച്ചാൽ ചേനയൊക്കെ അരിയുന്നതല്ലേ, ചേനയുടെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ കയ്യിൽ പരത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കണേ. ചേനയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. കർക്കിടകത്തിൽ ചേന കട്ട് തിന്നുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ചേന വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 100-150 ഗ്രാം ചേന എടുത്തേക്കണം. കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. അത് സ്ക്വയർ ഷേപ്പിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. ഞാൻ ധാരാളം സാധനങ്ങൾ ചേർക്കാറുണ്ട്, പക്ഷേ ഇത്തവണ അധികമൊന്നും സാധനങ്ങൾ ചേർത്തിട്ടില്ല. ചേന നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാവത്ത് എടുക്കണു. കാവത്ത് വളരെ നല്ലൊരു സാധനമാണ്. ഇത് പിന്നെ മധുരക്കിഴങ്ങ് പറഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായ, പിന്നെ കൂർക്കയും വെള്ളപ്പയറും ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. പലതരം പുഴുക്കുകളുണ്ട് കേട്ടോ. തിരുവാതിരപ്പുഴുക്ക് എന്ന് പറഞ്ഞാൽ ധാരാളം സാധനങ്ങൾ ഇടയും. മറ്റേത് പിന്നെ ചക്കപ്പുഴുക്ക്, വെറുതെ പയറും കായും കൂടിയിട്ടുള്ള പുഴുക്ക്, അങ്ങനെ പലതരം പുഴുക്കും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ തിരുവാതിരപ്പുഴുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയർ, അതായത് ഉണക്കപ്പയർ, മൺപയർ എന്നൊക്കെ പറയുന്നത്, പിന്നെ കടല, മുതിര, ചെറുപയർ, ഇതൊക്കെ ഇടും. പക്ഷെ ഞാൻ ഇതിൽ വെള്ളപ്പയറും കൂർക്കയും പിന്നെ ഇപ്പോൾ ഈ കാണിച്ച കിഴങ്ങ് വർഗ്ഗങ്ങളും, കൂർക്കയും കിഴങ്ങ് വർഗ്ഗമാണ്. കൂർക്കയും വെള്ളപ്പയറും ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയപ്പോൾ അത് ഓരോ കഷ്ണങ്ങൾ നുറുക്കി അത് ആദ്യം ചേന ഇട്ടു, പിന്നെ കാവത്തിട്ടു, അങ്ങനെ ഓരോന്നും നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കുക. നല്ല രസത്തിലിങ്ങനെ ഉണ്ടാക്കും. അത് വറകടപ്പത്ത് കിടന്നിട്ട് അത് കിടന്ന് വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും തിളച്ച് വരുമ്പോൾ തന്നെ ഒരു സ്മെല്ലൊക്കെ വരും. ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ട്. ഇപ്പോൾ ചിലവരിപ്പോൾ അത് കുക്കറിൽ വെച്ച് ഒറ്റയടിക്കെല്ലാം കൂടി കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണമൊക്കെ ഉണ്ടായിരിക്കും. ഞാനിത് പക്ഷേ ഓരോന്നോരോന്നായിട്ട് ഇടണേ. ചേന, അങ്ങനെ ചേന, കാവത്ത്, പിന്നെ മധുരക്കിഴങ്ങ് സാധാരണ ആരും ഇടാറില്ല കേട്ടോ. ഞാൻ പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് എങ്ങനെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് പുഴുക്കിൽ മധുരക്കിഴങ്ങ് ഇട്ടോക്കണം, ഇങ്ങനത്തെ പുഴുക്കിൽ. അപ്പോൾ എട്ടങ്ങാടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഇതുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുകയാണ്.
ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ളത്. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇത്തിരി വെള്ളം കൊണ്ടുപോകും തോന്നിയപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതാണ്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുഴുക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതാണ്. പണ്ടത്തെ കാലത്തെ കേരളീയരുടെ ഒരു മെയിൻ ഭക്ഷണമായിരുന്നു പുഴുക്ക്. അത് പലതരം പുഴുക്ക് കാലത്തിനനുസരിച്ച് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട്, വീടുകളിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് പുഴുക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം, ഒരു 3/4 മുറി, ഒരു നാളികേരം മുഴുവൻ എടുത്തിട്ടില്ല, എന്നാൽ പകുതി നാളികേരത്തിനും കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്പൂൺ ജീരകം ഇടുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂൺ, ഒരു സ്പൂൺ ഇല്ല, 3/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അധികമൊന്നുമില്ല, അതിനെ അരച്ചെടുക്കണേ. പണ്ട് അമ്മീമ്മ വെച്ചിങ്ങനെ അരയ്ക്കുന്നതൊക്കെ ഒരു രസമായിരുന്നു. പണ്ടവരൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ നോക്കിക്കും, അത്രയേ ഉള്ളൂ. തിരുവാതിരക്കാലം വെച്ചാൽ ഒരു വളരെ രസമുള്ളൊരു കാലമായിരുന്നു. അത് പടിഞ്ഞാറ് എത്തിയിരുന്നിട്ടാണ് ചിലപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പാട്ട് പാടുക, അല്ലെങ്കിൽ കുളത്തിൻ്റെ ദശമാവുകളും 2-3 പുളിയമ്മാവും ഒക്കെ ഉണ്ടായിരുന്നു. ആ പുളിയമ്മാവിലാണ് ഊഞ്ഞാൽ കിട്ടിയായിരുന്നത്. എന്നിട്ട് അതുപോലെ ഞങ്ങൾ ചാടും. കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞൊടുങ്ങി എല്ലാം കൂടി നല്ല പരുവത്തിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളികേരം അരച്ച് വെച്ചേക്കുന്നത്, നാളികേരം ജീരകം മാത്രം അരച്ചിട്ടുള്ളൂ കേട്ടോ, ഒന്നുമില്ല. രണ്ടും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കത് വാങ്ങാം. പക്ഷേ അധികം തിളപ്പിക്കരുത് കേട്ടോ. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളക്കരുത്, ഒരു ചെറിയ ഇളം തിള വരാൻ പാടുള്ളൂ. ഒന്ന് അതിന് വരുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൽ വറുത്തിടുകയൊന്നുമില്ല കേട്ടോ, ഒരു സാധനം വറുത്തിടില്ല. പിന്നെ ഉള്ളി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുകയില്ല കേട്ടോ തിരുവാതിര വ്രതത്തിൽ. അപ്പോൾ ഇതിൽ ഉള്ളിയൊന്നുമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കടുക് വറുത്തിട്ടില്ല, ഒരു സാധനവും വറുത്തിട്ടില്ല. അപ്പോൾ വെറുതെ കറിവേപ്പില ഇട്ടിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ല്. നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ വെച്ചാൽ കൊപ്പറയിലാട്ടുന്ന മില്ലിൽ പോയിട്ട്, അത് നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമാണ്, അവിടെ പോയിട്ടാണ് വാങ്ങി വരുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് അധികം ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുന്നവരുണ്ട്, പക്ഷേ ഇത് ഇത്തിരി കുറച്ച് ചൂടോടുകൂടി കഴിക്കുന്നതാണ് രസം. പപ്പടം കൂട്ടി കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ. വെറുതെയും കഴിക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, വിവരം എന്നെ അറിയിക്കുക. ഇത് തട്ടിക്കൂട്ട് പുഴുക്കാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അടുത്ത വീട്ടുകാരും പറഞ്ഞു, ശശിയേട്ടനും പറഞ്ഞു. വീണ്ടും കാണുന്നത് വരയ്ക്കും നമസ്കാരം പറയുന്നു. നിങ്ങളുടെ അമ്മോ പിയങ്കോങ്ങാട്ടി. അപ്പോൾ ഇനിയും ധാരാളം കഥകളും കവിതകളും എല്ലാമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും തിരുവാതിര ആശംസ.